ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗ. സാഖ്യയോഗയിലെ 64-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ പരമാത്മാവ് എന്താണ് അർജുനനോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർ വിധേയാത്മഃ പ്രസാദമധിഗച്ഛതി. ഇവിടെ രാഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അറ്റാച്ച്മെൻ്റ് എന്നാണ്, അതായത് സ്നേഹബന്ധം. ദ്വേഷ നമുക്കറിയാം എന്താണ്, വെറുപ്പ്. വിയുക്തൈ എന്നാൽ മുക്തനായി, അതായത് സ്നേഹബന്ധം, വെറുപ്പ് എന്നിവയിൽ നിന്നും മുക്തനായി. സ്തു അർത്ഥമെന്നാൽ വിഷയാൻ, വിഷയങ്ങൾ. ഇന്ദ്രിയായി അതായത് ഇന്ദ്രിയ വിഷയങ്ങളോട്. ചരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇളകുന്ന എന്നാണ്. ആത്മവശൈർ അതിൻ്റെ അർത്ഥം ആത്മനിയന്ത്രണം എന്നാണ്. അതുപോലെ വിധേയാത്മ ആത്മസംയമനം. അതുപോലെ പ്രസാദ ശാന്തി, അധിഗച്ഛതി പ്രാപിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി ശ്ലോകാർത്ഥം എന്താണ്? രാഗദ്വേഷങ്ങളിൽ നിന്ന്, അതായത് സ്നേഹബന്ധം, വെറുപ്പ് എന്നിവയിൽ നിന്നും മുക്തനായി, അതുപോലെ ഇളകുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ നടത്തി വിഷയങ്ങളെ അനുഭവിക്കുന്ന വിജയിയായ, ആത്മവിജയിയായ പുരുഷൻ പ്രസാദചിത്തനായി തീരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വയം നശിക്കുന്നത്, അവൻ്റെ ജീവിതം അവൻ എങ്ങനെ തന്നെ കളഞ്ഞു കുളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം പിന്നീട് ഭഗവാൻ എന്താണ് പറയുന്നത്? ആത്മവിചാരം കൊണ്ട് തികച്ചും തൻ്റെ നിയന്ത്രണത്തിൽ വർത്തിക്കുന്നവനെയും അക്കാരണത്താൽ തന്നെ ഒന്നിനോടും, പ്രത്യേകിച്ച് വിശേഷിച്ച് ഒന്നിനോടും ഒരു പ്രീതിയോ വെറുപ്പോ ഇല്ലാത്തവനുമായ സത്യബുദ്ധിയായ മനുഷ്യൻ ആത്മസന്തുഷ്ടി അനുഭവിക്കുവാൻ ഇടവരുന്നു, അവൻ പ്രസാദചിത്തനായി തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ നിയന്ത്രണത്തിലാകണം നമ്മൾ. കഴിഞ്ഞ ശ്ലോകത്തിൽ സർവേശ്വരൻ എന്താണ് പറഞ്ഞത്? അതായത് ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ ഒന്നിനോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മളല്ലാതെ പ്രവർത്തിക്കും, അത് കഴിയുമ്പം അത് നമുക്ക് തന്നെ ദോഷമായി സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഭഗവാൻ അങ്ങനെയാണ് അർജുനന് പറഞ്ഞു കൊടുത്തത്. ഈ ശ്ലോകത്തിലൂടെ, അതായത് 64-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് പ്രത്യേകിച്ചൊന്നിനോടും വലിയ ഒരു മമത ഉണ്ടാകരുത്, അതായത് സ്നേഹബന്ധം, വെറുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവന് ഉണ്ടാകരുത്. അതായത് ആരോടും വലിയൊരു അറ്റാച്ച്മെൻറ്റ് അത് നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ ആരോടും അങ്ങനെ വെറുപ്പ് നമുക്കുണ്ടാകാനായിട്ട് പാടില്ല. ഈ വലിയ സ്നേഹബന്ധം ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമുക്ക് എപ്പോഴും ദുഃഖമായിരിക്കും, ഇല്ലേ? അവർ നമ്മളെ നോക്കിയില്ല, അവർ നമ്മളോട് മിണ്ടിയില്ല, അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. നമ്മുടെ മനസ്സിന് ഒട്ടും സമാധാനം കിട്ടില്ല. എപ്പോഴും ഇങ്ങനെ പരാതികളായിരിക്കും ഉണ്ടാകുന്നത്. ഒരുപാട് സ്നേഹബന്ധമായി കഴിയുമ്പം, അന്ധമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ. അതുപോലെ വെറുപ്പുണ്ടായാലോ ഒരു മനസ്സമാധാനവും ഉണ്ടാവുകയില്ല. എപ്പോഴും അവരെ എങ്ങനെ ദ്രോഹിക്കണം അല്ലെങ്കിൽ അവരെന്തെടുക്കുന്നു എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തനാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുക്തനായി ആത്മനിയന്ത്രണം പ്രാപിക്കുന്ന ഒരുവന് അവൻ വിജയിയായിത്തീരുന്നു, അവൻ പ്രസാദചിത്തനായിത്തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷമായിരിക്കും. അവൻ ഒന്നിനോടും അമിതമായ മമത കാണില്ല, അവന് അമിതമായ സ്നേഹം ആരോടും കാണില്ല, അവന് വെറുപ്പും ആരോടും കാണില്ല. അവൻ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു. എല്ലാം സർവേശ്വരൻ്റെ കൃപ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും
എല്ലാം ഈശ്വരൻ്റെ നിശ്ചയം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും താൻ ഒരു ഉപകരണം മാത്രമാണ്, ഭഗവാന്റെ ഒരു ഉപകരണം മാത്രമാണ്, നല്ലത് ചെയ്യുക എന്ന ചിന്തയിൽ കൂടി, നല്ലത് പ്രവർത്തിക്കുക എന്നുള്ള ചിന്തയിൽ കൂടി അവൻ മുമ്പോട്ട് പോകുമ്പോൾ അവൻ പ്രസാദചിത്തനായി തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മനസ്സിന് നല്ല സമാധാനമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകണം ഒരുവൻ എന്നാണ് ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുന്നത്. മമതാമോഹം എൻ്റെ ജനം സ്വജനം എന്നുള്ള ചിന്ത വെടിയണം. നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യണം. എന്ത് സംഭവിച്ചാലും അത് സർവേശ്വരൻ്റെ കൃപ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഭഗവാന്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണ്, ഭഗവാൻ പറയുന്നതനുസരിച്ചിട്ട് ചലിക്കുവാനുള്ള ഉപകരണം മാത്രമാണ് നമ്മളെന്ന് ചിന്തിച്ച് നമ്മുടെ കൂടെയുള്ള ആളുകളോട് അമിതമായ സ്നേഹമോ വെറുപ്പോ ഇല്ലാതെ മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.